ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത് ഹാങ് അപ്പ് ആണ്. ഒരാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയണം കട്ട് ചെയ്യ്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? യു കട്ട് ദ ഫോൺ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊന്നും ഒരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ലാംഗ്വേജ് അല്ലല്ലോ. ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതിന് ഐ ആം ഗോയിങ് ടു കട്ട് ഓഫ് ദ ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. കട്ട് ഓഫ് ദ കോൾ എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു വാക്കാണ് ഹാങ് അപ്പ്. അതിൻ്റെ വിവിധ ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഷീ ഗോട്ട് ആങ്ക്രി ആൻഡ് ഹങ് അപ്പ് ദ കോൾ അബ്രപ്റ്റ്ലി. അവൾക്ക് ദേഷ്യം വന്നു, പെട്ടെന്ന് ആ ഫോൺ കട്ട് ചെയ്തു. നമ്മുടെ മലയാള ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കട്ട് ചെയ്തു എന്ന് പറയുന്ന സന്ദർഭത്തിന് അങ്ങനെയാണ് പറയുക. ഷീ ഹങ് അപ്പ് ദ കോൾ അബ്രപ്റ്റ്ലി. ആഫ്റ്റർ എ ലോങ് ടോക്ക് ഹി ഹങ് അപ്പ്. ഒരുപാട് നേരം സംസാരിച്ച് പിന്നെ അവൻ ഫോൺ കട്ട് ചെയ്തു. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ബട്ട് ഐ ഹാവ് ടു ഹാങ് അപ്പ് നൗ. പക്ഷേ ഇപ്പോൾ എനിക്ക് കട്ട് ചെയ്യണം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നല്ല രീതിയിൽ പോവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് സംഭാഷണം അവസാനിപ്പിക്കണം. ലെറ്റ് മീ ഹാങ് അപ്പ്, വി വിൽ നോട്ട് റീച്ച് എനിവർ. ഞാനേ സംഭാഷണം അവസാനിപ്പിക്കണം, നമ്മൾ എവിടെ എത്തില്ല. യു സ്പീക്ക് ഇൻ എ ബാഡ് വേ, ബെറ്റർ ടു ഹാങ് അപ്പ്. നിൻ്റെ സംസാരം ശരിയല്ല, ഇവിടെ ഇത് കട്ട് ചെയ്യാണ് നല്ലത് എന്ന് തോന്നുന്നു. ഈ ഫോൺ കട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നതിന് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ഫ്രേസ് ഹാങ് അപ്പ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇത് ഉപയോഗിച്ച് ശീലിക്കുക. ഹങ് അപ്പ്, ഹാങ് അപ്പ്, വിൽ ഹാങ് അപ്പ് എന്നൊക്കെ ഇതിൻ്റെ വിവിധ ടെൻസുകളാണ്.